ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതോടുകൂടി ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. ഹമാസ് എന്ന തീവ്രവാദ സംഘടനയുടെ ഭാവി എന്താണ് എന്ന്. ഹമാസിന്റെ പ്രമുഖരായ പല നേതാക്കളെയും ഇതിനോടകം തന്നെ ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഗാസയിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് ആകെയുള്ളത് യാഹ്യ സിൻവർ മാത്രമാണ്. യാഹ്യ സിൻവർ ആകട്ടെ മാസങ്ങളായി യാതൊരു തരത്തിലും പുറംലോകവുമായോ അല്ലെങ്കിൽ തന്റെ നേതാക്കളുമായോ പോലും ബന്ധപ്പെടാൻ കഴിയാത്ത വിധത്തിൽ പെട്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മാധ്യമങ്ങളിൽ നിന്ന് വളരെ കാലമായി അറിയാൻ കഴിയുന്നത്. കാരണം ഗാസ ഇസ്രായേൽ മൊത്തമായി വളഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ ഏതോ ഒരു ഭൂഗർഭ തുരങ്കത്തിൽ ഇപ്പോഴും ഒളിച്ചിരിക്കുന്ന യാഹ്യ സിൻവർക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം 4 ഭാഗത്തും ഇസ്രായേലിന്റെ ചാരക്കണ്ണുകളാണുള്ളതെന്ന് ഹമാസ് നേതാക്കൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഇസ്മായിൽ ഹനിയ ജീവിച്ചിരുന്നപ്പോൾ പോലും അദ്ദേഹവുമായി ഖത്തറിൽ ഒന്ന് ബന്ധപ്പെടാൻ ഒന്നും തന്നെ യാഹ്യ സിൻവറിന് കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല ഇയാൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പലവട്ടം ശ്രമിച്ചതായും പറയപ്പെടുന്നുണ്ട്. യാഹ്യ സിൻവറും കുടുംബവും ഒരു തുരങ്കത്തിലൂടെ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ കുറെ മാസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു. പക്ഷേ യാഹ്യ സിൻവറിന് തൽക്കാലം ഒരു രാജ്യത്തേക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നുള്ളതും ഉറപ്പാണ്.